ഹായ് നമസ്കാരം. ഡൽഹി vs പഞ്ചാബ്. അങ്ങനെ ഒരിക്കൽ കൂടി ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് ടോപ്പ് 4 ഒരു ടീമിന് കിട്ടിയിരിക്കുകയാണ്. താഴെയുള്ള ഒരു ടീമിൻ്റെ കയ്യിൽ നിന്ന് ഇന്നലെ നമ്മൾ കണ്ട് RCBക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടി, അതുപോലെ തന്നെ GTക്ക് ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കിട്ടി. ഇപ്പോൾ അത് പഞ്ചാബിനും കിട്ടിയിരിക്കുകയാണ്. DC ഭാഗത്തുനിന്ന് DC ഇന്നത്തെ മാച്ച് ഇപ്പോൾ DCയുടെ കാര്യം നമുക്കറിയാം. ഇത്രയും എന്താ പറയുക സ്ട്രെങ്ത് ആയിട്ടുള്ള ഇത്രയും പ്ലെയേഴ്സ് ഉള്ള സൂപ്പർബായിട്ടുള്ളൊരു ടീം ആദ്യത്തെ ഒരു കുറേ മാച്ചസ് ജയിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു പ്ലേ ഓഫ് ഉറപ്പിച്ചു എന്ന് എല്ലാവരും കരുതിയ ഒരു ടീം വന്നിട്ട് പിന്നീട് ഡൗൺ ആയി പോകാനുണ്ടായത്. പക്ഷേ ഇന്നത്തെ മാച്ചിൽ ആ DCയുടെ കറക്റ്റായിട്ടുള്ള പെർഫോമൻസ് നമുക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രിവ്യൂവിൽ നമ്മളിത് പറഞ്ഞിരുന്നു, ഇന്നായിരിക്കും ചിലപ്പോൾ പെർഫോം ചെയ്യുന്നത്. കാരണം ആ ഒരു പ്രഷറില്ല, ആ ഒരു പ്ലേ ഓഫിലേക്ക് കയറാനുള്ളതിൻ്റെ പ്രഷറൊന്നും ഇല്ല. അത് ഫ്രീ ആയിട്ട് കളിച്ചപ്പോഴത്തേക്ക് ആ ഒരു പൊട്ടൻഷ്യലിൽ അവർക്ക് കളിക്കാനായിട്ട് പറ്റി. IPL എന്ന് പറയുന്ന ടൂർണമെൻ്റ് ഒരു ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഇതാണ്. അതായത് ടോപ്പ് 4 ടീമായാലും ടോപ്പ് 2 ടീമായാലും ശരി, ഏറ്റവും താഴെയുള്ള ടീമായിട്ടും ഓൺ എ ഗിവൺ ഡേ തോൽക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം മാർജിൻ ഓഫ് എറർ വളരെ കുറവാണ്, ടീമുകൾ തമ്മിലുള്ള മാർജിൻസ് വളരെ കുറവാണ്. സോ അതുകൊണ്ട് തന്നെ എല്ലാ ടീമും ഒരുപോലെ ശക്തരാണ്. അതിൽ മികച്ചവരിൽ മികച്ചവരായിട്ട് സ്ലൈറ്റ് എഡ്ജിൻ്റെ പേരിലാണ് ടോപ്പ് 4 ടീംസ് നിൽക്കുന്നത്. സോ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളൊരു ടൂർണമെൻ്റാണ് IPL എന്നുള്ളത് വീണ്ടും പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്ത പഞ്ചാബ് ശ്രേയസ് അയ്യറിൻ്റെ അത്യാവശ്യം നല്ലൊരു ഇന്നിങ്സ് കണ്ടു. ടെസ്റ്റ് ടീമിലേക്ക് സെലക്ട് ചെയ്യപ്പെട്ടിട്ടില്ല ശ്രേയസ് അയ്യർ. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഇന്ന് നല്ലൊരു ഇന്നിങ്സ് കളിക്കുന്നത്. 53 റൺ അടിച്ചു, 34 ബോളിൽ. അതുപോലെ തന്നെ ജോഷ് ഇംഗ്ലീഷ് ഒരു കാമിയോ ചെറിയൊരു ഇന്നിങ്സ് കളിച്ചു. സ്റ്റോയിനിസ് വന്നിട്ട് ലാസ്റ്റ് വന്നിട്ട് ഒരു സൂപ്പർവായിട്ടുള്ളൊരു ഇന്നിങ്സ്, നല്ല സ്ട്രൈക്ക് റേറ്റിലൊരു ഇന്നിങ്സ് കളിച്ചു. അവിടെ നിന്നാണ് ആ സ്കോർ ഒരു 206 എന്ന് പറഞ്ഞിട്ട് ഡീസൻ്റ് ആയിട്ടുള്ള സ്കോറിലേക്ക് എത്തുന്ന. അവസാനം സ്റ്റോയിനിസ് കളിച്ച ആ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഇന്നിങ്സ് കൊണ്ടാണ്. അതുപോലെ പ്രഭ് സിമ്രാൻ പതിവ് പോലെ തന്നെ ഒരു ചെറിയ ഇന്നിങ്സ് അത്യാവശ്യം നന്നായിട്ട് പഞ്ചാബിന് വേണ്ടി കളിച്ചു. ഇതാണ് പഞ്ചാബിൻ്റെ ഒരു കേസ്. ഡൽഹിയുടെ ബോളിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ മുസ്തഫിസുർ റഹ്മാൻ ബ്യൂട്ടിഫുള്ളായിട്ട് ബോൾ ചെയ്തു, 3 വിക്കറ്റ് കിട്ടും, അത്യാവശ്യം എക്കണോമിക്കലി ബോൾ ചെയ്യുകയും ചെയ്തു. ഇനി തിരിച്ച് ചേസ് ചെയ്ത സമയത്ത് KL രാഹുൽ ഓപ്പണിംഗ് ഇറങ്ങിയതിന് ശേഷം നല്ല പെർഫോമൻസാണ്. ആ ഒരു പെർഫോമൻസ് തുടർന്ന് ഒരു 35 റൺ അടിച്ചു. കരുൺ നായർ തിരിച്ച് ടീമിലേക്ക് വന്നിട്ട് ഇന്നും അടിച്ചു 44 റൺ 27 ബോളിൽ. കരുൺ നായർ സെലക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇംഗ്ലണ്ടിലേക്കുള്ള സീരീസിലേക്കുള്ള ടീമിൽ. സോ ആ ഒരു സന്തോഷത്തിൻ്റെ ഭാഗമായിട്ടാണോ എന്തായാലും ഇന്ന് നന്നായിട്ട് പെർഫോം ചെയ്തു. സമീർ റിസിയാണ് ഇന്നത്തെ മാച്ചിൻ്റെ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും കീ പെർഫോമർ. സമീർ റിസിയുടെ ഇന്നിങ്സിലാണ് ആ ഒരു 10 ഓവർ കഴിഞ്ഞിട്ട് ലാസ്റ്റിലേക്ക് വന്നപ്പോഴത്തേക്ക് ഡൽഹിക്ക് ചേസ് വളരെ ഈസിയായിട്ട് കറക്റ്റ് വേണ്ട സമയത്ത് റൺസ് കണ്ടെത്തിക്കൊണ്ടിരുന്നു. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ 6 അടിച്ചു. ഈവൻ ആ ലാസ്റ്റ് ജയിക്കുമ്പോൾ അടിച്ച 6 പോലും എന്താ പറയുക ഒരു അൺബിലീവബിൾ ഷോട്ട് പോലെയാണ്. അതുപോലുള്ള ഒരുപാട് ഷോട്ട് സമീർ റിസി എപ്പോഴൊക്കെ റൺ റേറ്റ് പറയുന്നു അപ്പോഴൊക്കെ കളിച്ച റൺ റേറ്റ് മെയിൻറ്റെയിൻ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. നമ്മൾ ചെന്നൈയിലുള്ളപ്പോഴേ ഇങ്ങനെ നോട്ട് ചെയ്തൊരു പ്ലെയറാണ്. പക്ഷേ ഇതുവരെ IPL ഒരു നല്ലൊരു പെർഫോമൻസ്, അതായത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു പെർഫോമൻസ് ഇതുവരെ കാഴ്ചവെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ IPLലെ ആദ്യത്തെ 50 സമീർ റിസിയുടെ ഈ ഒരു ഇന്നിങ്സ്. ഓവറിലില്ലാതെ വന്നപ്പോഴത്തെ ഡൽഹിയുടെ ബാറ്റിംഗ് കുറച്ച് ഒരു ബെറ്റർ ആയതുപോലെ ഇന്ന് എന്തായാലും തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റബ്സ് അധികം റൺസ് അടിച്ചില്ല. അതുപോലെ തന്നെ നല്ല സ്ട്രൈക്ക് റേറ്റിലൊന്നും അല്ല കളിച്ചത്. പക്ഷേ സാഹചര്യത്തിനനുസരിച്ച് റിസി കളിക്കുമ്പോൾ അതിനനുസരിച്ച് സപ്പോർട്ട് ചെയ്ത് ഒരു 18 റൺ അടിച്ചു 14 ബോളിൽ. പക്ഷേ ആ ഒരു സപ്പോർട്ടിങ് റോള് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവിടെ ഒരു വിക്കറ്റ് പോയി കഴിഞ്ഞാൽ ഒരുപക്ഷെ ഡൽഹിക്ക് ആ ചേസ് സക്സസ്ഫുള്ളി ചെയ്യാനായിട്ട് ഒരുപക്ഷെ സാധിക്കത്തില്ലായിരുന്നു. അപ്പോൾ പഞ്ചാബിൻ്റെ ബോളിംഗ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഹർപ്രീത് ബാർ നന്നായിട്ട് ബോൾ ചെയ്തു. അത്യാവശ്യം കുറച്ച് അടിയുണ്ട്, പക്ഷേ 2 വിക്കറ്റ് ഇട്ടു. പക്ഷേ അർഷ്ദീപ് ഡീസൻ്റായിട്ട് തന്നെ ബോൾ ചെയ്തു. വിക്കറ്റൊന്നും കിട്ടിയില്ല, പക്ഷേ എക്കണോമിക്കലി എറിഞ്ഞു. ഒരു 8.75 റൺസ് വെച്ചിട്ട് പെർ ഓവറേ കൊടുത്തിട്ടുള്ളൂ. സോ അതാണ് പഞ്ചാബിൻ്റെ ഒരു ബോളിങ്. ശ്രേയസ് അയ്യറിനെയും പഞ്ചാബിനെ സംബന്ധിച്ച് ഇത് വലിയൊരു പ്രശ്നം തന്നെയാണ് ഇന്നത്തെ ഈ തോൽവി. കാരണം ഈ ഒരു മാച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ പ്ലേ ഓഫിലൊരു ടോപ്പ് 2 പൊസിഷൻ അവർക്ക് ഉറപ്പിക്കാനായിട്ട് ഏകദേശം പറ്റിയാണ്. കാരണം അടുത്ത മാച്ച് മുംബൈയായിട്ടാണ് പഞ്ചാബ് കളിക്കേണ്ടി വരുന്നത്. മുംബൈ ടോപ്പ് 2ലേക്ക് കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നൊരു ടീമാണ്. അതുപോലെ തന്നെ നന്നായിട്ട് വിൻ ചെയ്ത് വന്ന് നിൽക്കുന്ന നല്ല ഫോമിലുള്ളൊരു ടീമാണ്. ഇനി അവരെ തോൽപ്പിച്ച് ഈ ഒരു ടോപ്പ് 2 സെക്യൂർ ചെയ്യുക എന്ന് പറയുന്നത് ഒരു ഡിഫിക്കൽട്ട് ടാസ്ക്കാണ്. അതേസമയം ഈ മാച്ച് ജയിച്ചിരുന്നെന്നുണ്ടെങ്കിൽ പഞ്ചാബിന് കുറച്ചും കൂടെ ഈസി ആയിരുന്നു. സോ അതൊരു വലിയ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള റിസൾട്ടായിപ്പോയി പഞ്ചാബിന്. സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് തന്നെയായിരുന്നു ഇത്. ഈ മാച്ച് ജയിച്ചിരുന്നെങ്കിൽ പഞ്ചാബിന് അതായത് റൺ റേറ്റിൻ്റെ കാര്യം മാത്രം നോക്കിയാൽ മതിയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ RCB ലാസ്റ്റ് മാച്ചിൽ ആ റൺ റേറ്റ് കീപ്പ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഈസിയായിട്ട് പഞ്ചാബിന് ക്വാളിഫൈ ചെയ്യാനായിട്ട് പറ്റിയാണ്. ഇനിയിപ്പോൾ നാളത്തെ മാച്ചിൽ GT vs CSKയിൽ GT ജയിച്ചില്ല എന്നുണ്ടെങ്കിൽ GTയുടെ കാര്യത്തിലും പ്രശ്നമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ 4 ടീം പ്ലേ ഓഫിൽ ടോപ്പ് 4 4 ടീമിനും ടോപ്പ് 2 എത്താനുള്ള ചാൻസ് ഈക്വലി ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്ന ഒരു ലാസ്റ്റ് മാച്ച് വരെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ടോപ്പ് 2 ഡിസൈഡ് ചെയ്യാനായിട്ട് പോകും. അപ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റും ആ ഒരു ത്രില്ലും IPLൻ്റെ ലാസ്റ്റ് മാച്ച് വരെ, ലീഗിലെ ലാസ്റ്റ് മാച്ച് വരെ നിൽക്കുന്നത് സത്യം പറഞ്ഞാൽ നമ്മൾ കാണികളെ സംബന്ധിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ എന്തായാലും DC അവസാനത്തെ മാച്ച് ഒരു പോസിറ്റീവ് നോട്ടിൽ എൻഡ് ചെയ്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ടീം നല്ല പൊട്ടൻഷ്യലുള്ള, ശരിക്കും നല്ല വിൻ ചെയ്യാൻ പൊട്ടൻഷ്യലുള്ള ഒരു ടീമാണ്. എങ്ങനെ ഈ ടീം പ്ലേ ഓഫ് കയറിയില്ല എന്ന് ചോദിച്ചാൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും ഉത്തരം ഉണ്ടാവും തോന്നുന്നില്ല. കാരണം അത്രയും മികച്ച ബാറ്റ്സ്മാൻമാരും അത്രയും ഡെപ്തുള്ള ബാറ്റിങ്, ടോപ്പ് ക്വാളിറ്റി 2 സ്പിന്നേഴ്സ്, അക്ഷർ പട്ടേലും അതുപോലെ കുൽദീപ് യാദവും സ്റ്റാർക്ക് കൊണ്ടുവരുന്ന സമയത്ത് അത്രയും ടോപ്പ് ക്വാളിറ്റി പേഴ്സ് ബോളേഴ്സ്, അങ്ങനെ എല്ലാം തികഞ്ഞ ഒരു ടീമായിരുന്നു ഡൽഹി. എങ്ങനെ ഈ ഒരു സ്ഥിതിയിലേക്ക് എത്തിയെന്ന് അറിയില്ല. എന്തായാലും ലാസ്റ്റ് മാച്ചിൽ ജയിക്കാൻ പറ്റിയത് അവരെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. അതേസമയം പഞ്ചാബിനെ സംബന്ധിച്ച് ഇത് വളരെ വളരെ നിരാശാജനകമായിട്ടുള്ളൊരു റിസൾട്ടാണ്. സോ അതാണ് പഞ്ചാബ് vs ഡൽഹി മാച്ചിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. ഈ ഒരു 4 ടീമിൽ ആര് ക്വാളിഫൈ ചെയ്യും, ആര് ടോപ്പ് 2-ൽ എത്തും എന്നുള്ള കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുക. അപ്പോൾ മറ്റൊരു IPL റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.